ത്തിന്റെ സന്ദേശവുമായി ആദരണീയരായ ശിഹാബ് തങ്ങളുടെ പിന്നിൽ അണിനിരന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ കാന്തപുരം ഉസ്താദിനോടൊപ്പം ഒന്നിച്ചിരിക്കാനും സ്ഥാപനങ്ങൾ സന്ദർശിക്കാനും മുന്നോട്ടു വന്നിട്ടുണ്ട്. ഇത് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പൂനൂർ ജുമാ മസ്ജിദ്. ഈ മസ്ജിദിന്റെ മഹത്തായ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ അഹമ്മദ് സാഹിബ് പങ്കെടുത്തിട്ടുണ്ട്. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنظُرُونَ الله أكبر الله أكبر الله أكبر الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد وقد جعلت هذه البقعة مسجدا لله تعالى ووقفته مسجدا عن مساعد وباني هذا المسجد وعن أهل الحل والعقد في هذه القرية. ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രതിനിധിയായി എല്ലാവരുടെയും പകരമായി ഈ പള്ളിയോട് കൂട്ടിച്ചേർത്ത് കിഴക്ക് ഭാഗത്ത് ഉണ്ടാക്കിയ പള്ളി താഴെയും മേലെയും കോണിയും എല്ലാം പള്ളിയായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. കാന്തപുരം ഉസ്താദിന് പിന്നിൽ ജമാഅത്തായി നിസ്കരിച്ച ഇ അഹമ്മദ് സാഹിബും പാണക്കാട് തങ്ങളുടെ ഐക്യമെന്ന സമവായമെന്ന സന്ദേശവുമായാണ് ഓടിയെത്തിയത്. നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകത്തുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ തയ്യാറാകത്തുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകത്തുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ യോഗ്യമല്ല. നമ്മൾ ഇന്നും തന്നെ ഭിന്നിപ്പിന്റെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മേഖലകൾ കുറച്ചുകൊണ്ടുവരണം. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒത്തൊരുമിച്ച് മുന്നേറ്റത്തിന്റെയും മേഖലകൾ നമ്മൾ വിശദീകരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. സുന്നത്ത് ജമാഅത്തിന്റെ പഴയകാല നേതാക്കന്മാർ അവരുടെ പിൻഗാമികളായി ഇപ്പോഴുള്ള ആളുകളും ഈ വസ്തുത വിസ്മരിക്കാതിരിക്കൂടാ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആ പൗരാണിക നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് സമുദായത്തിലെ ഈ പുതിയ തലമുറക്ക് ദീനിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുണ്ടാക്കിയ മദ്രസകൾ, അവരുണ്ടാക്കിയ പ്രവർത്തനങ്ങൾ, അവരുണ്ടാക്കിയ ആ കാര്യങ്ങളിൽ നിന്ന് ഖുർആനും ദീനിനെയും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്.